ഹലോ, എന്നാന്നറിയാമോ? നമുക്ക് പെട്ടെന്ന് ഒരു നെഗറ്റീവ് ചിന്ത വരികയാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമോഷൻസ്, ഒരു പേടി, ഒരു ഭയം, അല്ലെങ്കിൽ ഒരു ആകുലത, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കൊണ്ട് ഈ ഒരു സാധനത്തിനെ നമുക്ക് മറികടക്കാൻ പറ്റും. STOP എന്നാണ് ഇതിന്റെ ഈ ഒരു ടെക്നിക്കിന്റെ പേര്, സ്റ്റോപ്പ് ടെക്നിക്ക്. അതെങ്ങനെയാ നോക്കാം. അപ്പൊ സ്റ്റോപ്പ്, അതായത് പെട്ടെന്ന് തന്നെ ആ ചിന്തകളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അപ്പൊ തന്നെ അതിനെ നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ആ ഒരു നെഗറ്റീവ് തോട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ ബോധപൂർവം നമ്മൾ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുക എന്നതാണ് ആദ്യത്തെ ടെക്നിക്ക്. രണ്ടാമത്തേതാണ് ടി എന്ന് പറഞ്ഞാൽ ടേക്ക് എ ഡീപ് ബ്രീത്ത്. കുറച്ച് സമയം ഡീപ് ബ്രീത്ത് എടുക്കുക, ഇൻഹേൽ എക്സേൽ ചെയ്യുക. ഒരു 2-3 മിനിറ്റ് അങ്ങനെ ചെയ്യുക. അപ്പോഴത്തേന് തന്നെ നമ്മുടെ മനസ്സ് കുറച്ച് കാമായിട്ട്, കുറച്ച് ശാന്തതയൊക്കെ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മൂന്നാമത്തേതാണ് O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവ് അറൗണ്ട് യു. ചുറ്റുപാടുകൾ നിരീക്ഷിക്കുക. ചുറ്റുപാടിൽ ഫുള്ള് നിങ്ങളുടെ അവിടെ നിന്നിട്ട് നിങ്ങളൊന്ന് ടേക്ക് എ ഡീപ് ബ്രീത്ത്, ഒരു 2-3 വട്ടം ഡീപ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞിട്ട് ചുറ്റുപാടുകളിലും എന്താണ് സംഭവിക്കുന്നത് എല്ലാം ഭയങ്കര കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് എല്ലാം ചുറ്റുപാടുകളും നിരീക്ഷിക്കുക എന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേതാണ് P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊസീഡ് എന്നാണ്. അതായത് ഇതിനകത്ത് ഒരു സെൽഫ് ലവ് കൂടെ വരുന്നുണ്ട്. അതായത് നമ്മൾ തന്നെ സ്വയം ഒരു 10-20 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 21 പ്രാവശ്യമൊക്കെ ഐ ലവ് മൈ സെൽഫ്, ഐ ലവ് യു എന്നൊക്കെ നമ്മൾ തന്നെ സെൽഫ് ലവ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഐ ലവ് മൈ സെൽഫ് എന്ന് പറയുമ്പം നമ്മൾ പോലും അറിയാതെ നമ്മുടെ വൈബ്രേഷൻ ഉയരുകയും അത് മാത്രമല്ല നമ്മൾക്ക് നല്ലൊരു മൈൻഡ്ഫുൾനെസ്സും ഒരു എനർജി ലെവല് ഹൈ ആവുന്നതായിട്ടും ഒക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഈ സ്റ്റോപ്പ് ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. സ്റ്റോപ്പ്, STOP.